എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ 500-ലധികം താമസക്കാർ അതിസാരവും ഛർദിയും ബാധിച്ച് ചികിത്സ തേടി. ഫ്ളാറ്റിലെ കുടിവെള്ളത്തിൽ അണുബാധയുണ്ടായതാണ് രോഗബാധയ്ക്ക് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ജില്ലാ ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. ചികിത്സ തേടിയവരുടെ എണ്ണം വർദ്ധിച്ചിട്ടും ആശുപത്രികൾ ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിവരം ധരിപ്പിച്ചില്ലെന്ന് ഉമാ തോമസ് MLA ആരോപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിൽ 500-ലധികം പേരാണ് ഛർദിയും അതിസാരവും മൂലം ചികിത്സ തേടിയത്. കുടിവെള്ള സ്രോതസ്സാണ് ഇതിന്റെ കാരണം എന്നറിയാൻ സാധിക്കുന്നുണ്ട്. രോഗബാധ പടർന്നതെങ്ങനെ എന്നുള്ളതിൽ പരിശോധന നടക്കുകയാണോ ഇപ്പോഴും? ടോണി, കഴിഞ്ഞ 29-ന് നടത്തിയ ഒരു പരിശോധനയിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതിനുശേഷവും ഇന്നാണ് ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി ഇതിന്റെ പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നത്. അത് വലിയൊരു വീഴ്ചയായി തന്നെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. ഇവിടെ ഏതാണ്ട് 5000-ലധികം ആൾക്കാർ താമസിക്കുന്ന DLF ഫ്ളാറ്റിലാണ് ഇപ്പോൾ 500-ലധികം പേര് രോഗം ബാധിച്ച് ചികിത്സ തേടിയിട്ടുള്ളത്. ഛർദി ആണ് ഏറ്റവും പ്രധാനമായും ആൾക്കാരിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഘട്ടത്തിലും ഈ നിരവധി പേർ രോഗം ബാധിച്ച് ചികിത്സ തേടുമ്പോഴും ആ ആശുപത്രി അധികൃതർ ഇതൊരു ഗൗരവമായി എടുക്കുകയോ ബന്ധപ്പെട്ട ഉന്നത അധികാരികളിലേക്ക് വിവരം കൈമാറുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ ഫ്ളാറ്റിലെ അധികൃതരാരും തന്നെ ഈ വിവരം മുനിസിപ്പാലിറ്റിയെ അറിയിച്ചില്ല. അങ്ങനെ വലിയ ഒരു വീഴ്ചയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വലിയ കാലതാമസവും ഉണ്ടായി. അതിനുശേഷമാണ് ഇന്നലെയും ഇന്നുമായാണ് ആരോഗ്യ പ്രവർത്തകർ ഇവിടെ എത്തുകയും പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. ഇന്നാണ് കുടിവെള്ളത്തിന്റെ പരിശോധനയ്ക്കുള്ള സാമ്പിളുകൾ ഔദ്യോഗികമായി ശേഖരിച്ചിരിക്കുന്നത്. ഇവിടെ പ്രധാനമായും 3 സോഴ്സുകളാണ് കുടിവെള്ളത്തിനുള്ളത്. ഒന്ന് കുഴൽക്കിണറും മറ്റൊന്ന് കിണറും. ഈ കിണറിലേക്ക് തന്നെ മഴവെള്ള സംഭരണിയിലെ വെള്ളവും എത്തുന്നുണ്ട്. അതിന് പുറമെ ജല അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനുമുണ്ട്. ഈ 3 സോഴ്സിലെയും വെള്ളത്തിന്റെ സാമ്പിളുകൾ ഇന്ന് പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. നേരത്തെ 29-ന് പോസിറ്റീവായത് ഇവരുടെ ശുദ്ധീകരണത്തിന് മുമ്പുള്ള വെള്ളമാണ്. പരിശോധനയ്ക്ക് അയച്ച വിശദീകരണമാണ് ഉടമകളുടെ കൂട്ടായ്മ വ്യക്തമാക്കുന്നത്. എന്നാൽ അവിടുത്തെ താമസക്കാർ നിരവധി പേരാണ് പറയുന്നത് ഈ പറയുന്നത് പോലെയല്ല യാഥാർത്ഥ്യം. ഗൗരവകരമായ പ്രശ്നമാണ്. കൃത്യമായി തന്നെയുള്ള പരിശോധനയാണ് നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടും ഒരു മുന്നറിയിപ്പും നൽകാതെ രോഗം മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർക്കുകയായിരുന്നു എന്ന ആശയവുമാണ് ഉയരുന്നത്. എന്തുതന്നെയായാലും ഇപ്പോഴാണ് ആരോഗ്യവകുപ്പിന്റെയും നഗരസഭയുടെയും ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. രോഹിണി. സുധീഷ്, നിലവിൽ DMOയോട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്ഥിതി ഗൗരവതരം എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. പരിശോധന നടക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുയരുന്ന ഒരു പ്രധാന ആരോപണമെന്ന് പറയുന്നത് ഇത്രയധികം പേർ ചികിത്സ തേടിയിട്ടും ഇത് ആശുപത്രികൾ ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിച്ചില്ല എന്നുള്ളൊരു ആരോപണം സ്ഥലം MLA ഉന്നയിക്കുന്നുണ്ട്. രോഗി വളരെ ഗൗരവകരമായ ഒരു വീഴ്ചയായിട്ട് തന്നെ വേണം അതിനെ കാണാൻ. ഈ ഫ്ളാറ്റിലെ അധികൃതർ അറിയിക്കാഞ്ഞതിന് സമാനമായി, ഇല്ലെങ്കിൽ അതിനേക്കാൾ ഇത്തരം കാര്യങ്ങളിൽ ബാധ്യതയുള്ള, ഇല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ വലിയ വീഴ്ച വരുത്തി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു ദിവസം തന്നെ 40 പേർ ചികിത്സ തേടുന്ന സാഹചര്യമുണ്ടായത്. ഒരേ ഫ്ളാറ്റിൽ നിന്ന് 40 പേർ ഇത്തരത്തിൽ അതിസാരം പിടിപെട്ട് ചികിത്സ തേടുമ്പോൾ ആ വിവരം ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുക, തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഏതൊരു തരത്തിൽ ചിന്തിച്ചാലും അടിസ്ഥാനപരമായി ചെയ്യേണ്ടതാണ്. പക്ഷെ അതിൽ അത്തരം ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് ഏതാണ്ട് 20 ദിവസം ആദ്യമേ ഇത്തരത്തിലൊരു ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തി 20 ദിവസത്തിന് ശേഷമാണ് അവിടെ ഒരു പരിശോധനയെങ്കിലും നടക്കുന്നത്. അതിന് ഇനി ആ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ. ഈ പരിശോധന ഫലം വരാനും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നാണ് അറിയുന്നത്. അപ്പോൾ എത്രത്തോളം വലിയ വീഴ്ചയാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്നതും ഏറെ ശ്രദ്ധേയമാണ്. വലിയ രീതിയിൽ പണിപ്പെട്ടെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായും ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം പലരും രോഗം ബാധിച്ചവർ പ്രായമുള്ളവരുണ്ട്. അതിലുപരി 5 വയസ്സിന് താഴെയുള്ള 1 വയസ്സ് മാത്രമുള്ള കുട്ടികൾക്കടക്കം രോഗം വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ എല്ലാം ആരോഗ്യനില തൃപ്തികരമാകണമെങ്കിൽ അതും ഒരു വെല്ലുവിളിയാണ്. ഈ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ ആരോഗ്യ വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ മറ്റു ബന്ധപ്പെട്ട അധികൃതരുടെയും
വീഴ്ചകൾ തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നതും രോഹിണി. സുധീഷ്, അതോടൊപ്പം ഒരു കാര്യം, 500-ലധികം പേരാണ് നിലവിൽ ചികിത്സ തേടിയത്. ആദ്യമൊന്നും ഇതത്ര കാര്യമായി ശ്രദ്ധിക്കാത്തതാണ് ഇത്രയധികം ഗൗരവതരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതും. ഇപ്പോൾ നിലവിൽ ഈ കുടിവെള്ള സ്രോതസ്സുകൾ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? അതിലെ വെള്ളം പൂർണ്ണമായും നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ ശുദ്ധീകരിക്കുകയോ ചെയ്യുന്ന നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കടന്നിട്ടുണ്ടോ? ധോണി, നിലവിൽ ഈ ടാങ്കുകളെല്ലാം തന്നെ അതിൽ ഉണ്ടായിരുന്ന വെള്ളം പൂർണ്ണമായും പുറത്തു കളഞ്ഞ് അത് വൃത്തിയാക്കിയ ശേഷം പുറത്തു നിന്ന് ടാങ്കറുകളിൽ വെള്ളം എത്തിച്ച് ടാങ്കിൽ നിറച്ചാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മറ്റ് 3 സ്രോതസ്സുകളിലെയും വെള്ളം നിലവിൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല. എന്നിരുന്നാൽ തന്നെയും രോഗികളുടെ എണ്ണം കൂടുന്നുമുണ്ട്. അതാണ് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതും. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗിച്ച വെള്ളത്തിന്റെ പാർശ്വഫലമായാണോ എന്നതാണ് സംശയിക്കുന്നത്. എന്ത് തന്നെയായാലും ഇതിൽ പരിശോധനാ ഫലം കൂടി വന്നാലേ ഒരു വ്യക്തത ഉണ്ടാവൂ രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.